മദമുണ്ടാകുന്ന സമയത്ത് ഈ കണ കൂടുതൽ വലുതാവുകയും അത് ശരീരത്തിൽ അടിച്ച് കഴിഞ്ഞിട്ട് കണ കുത്താന്ന് പറയുകയും ചെയ്യും. പിന്നെ അതിൽ നിന്ന് ഇജാക്കുലേഷൻ ഉണ്ടാവുകയും ചെയ്യും. അതിന് കണ വാർച്ച എന്ന് പറയുകയും ചെയ്യും. അതായത് മദത്തിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്ന് പെട്ടതാണ് ഈ കണ കുത്തലും. അതായത് വലുതായ കണ അങ്ങനെ ശരീരത്തിൻ്റെ അടിവയറ്റിൽ അടിക്കുകയും ചെയ്യും. അതിന് കണവാർച്ച സ്ഖലനം ഉണ്ടാവുകയും ചെയ്യും, കണവാർച്ച ഉണ്ടാവുകയും ചെയ്യും. ഈ മദാരംഭത്തിൻ്റെ ലക്ഷണമാണ്. അത് മാത്രമല്ല, ഈ കണാറ്റം നോക്കിക്കഴിഞ്ഞാൽ ഒരു എസ് ഷേപ്പായിരിക്കും ഉണ്ടായിരിക്കുകയും ചെയ്യും. ഈ ഇണ ചേരുന്ന സമയത്ത് പ്രത്യേകിച്ച് പിടിയാനയ്ക്ക് അതിൻ്റെ യോനി മറ്റും രണ്ട് അമരങ്ങളുടെ ഇടയ്ക്കായതുകൊണ്ട് ഈ ശരിക്ക് മൈഥുനത്തിന് വളരെ പ്രയാസം ഉണ്ടാവുകയും ചെയ്യും. കണ ശരിയായ വിധത്തിൽ അതിൻ്റെ ജനനത്തിൽ കടത്തി വിടുന്ന പ്രയാസമുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ട്രയൽ മിററൊക്കെ വേണ്ടിയിരിക്കുകയും ചെയ്യും. അതുമാത്രമല്ല, ആ സമയത്ത് ഈ നീണ്ട കണയുടെ അറ്റം ഒരു പാമ്പിൻ്റെ പത്തി പോലെ ആയിത്തീരും. എന്നിട്ടാണ് അതിൻ്റെ ജനനേന്ദ്രിയത്തിലേക്ക് കണ കയറ്റി പിന്നെ ശരിക്കുള്ളതായിട്ടുള്ള മൈഥുനം നടക്കുന്നത്. പിന്നെ മറ്റ് പ്രത്യേകത, ഈ കൊമ്പനാനയായാലും പിടിയാനയായി കഴിഞ്ഞാലും സ്തനങ്ങൾ കാണുന്ന സാധാരണ ഈ രണ്ട് നടയ്ക്ക് ഇടയിലാണ്. നടാന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻകാൽ അതിന് ഇടയിലാണ്. അതായത് മനുഷ്യ സ്ത്രീകളെ പോലെ തന്നെയാണ് അതിന് ഈ സ്ഥലങ്ങൾ കാണുക. വാലിനുമുണ്ട് ഒരു പ്രത്യേകത, അത് നീളമേറിയതായിരിക്കും. അത് കണങ്കാലിന് മുകളിലായിട്ട് നിലത്ത് മുട്ടില്ല, പക്ഷേ കണങ്കാലിന് മുകളിലായിട്ട് ഇങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ടാവും. വാലിൻ്റെ അറ്റത്ത് നല്ല കറുത്ത കമ്പി പോലെയുള്ളതായിട്ടുള്ള രോമമുണ്ടാവും. ഈ വാലിൻ്റെ അറ്റത്ത് കാണുന്ന രോമത്തിന് അടുത്ത കാലത്തായിട്ട് വളരെയധികം താല്പര്യം പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ദുബായിലും മറ്റും ആൾക്കാർ വള കെട്ടുന്നതിനും നമ്മുടെ നാട്ടിൽ തന്നെ കുട്ടികളുടെ പേടി പോകുന്നതിനും ഈ വാല് കൊണ്ട് മോതിരം വളയെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ അറിവിൽ കേട്ടിരിക്കുന്ന ചില ഒരു വാലിന് 100 രൂപ വരെ വിലയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ പൊട്ടിച്ച ആൾക്കാർ കൊടുക്കാറുണ്ട്. പക്ഷേ വാലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള അവയവങ്ങളെ പോലെ തന്നെ ആനയ്ക്ക് മറ്റുള്ള ആൾക്കാരെ, അതൊക്കെ ആനയ്ക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ഓടിക്കുന്നതിനും അല്ലെങ്കിൽ അവരെ പരിക്ക് ഏൽപ്പിക്കുന്നതിനും പറ്റിയൊരു അവയവം കൂടിയാണ് വാല്. ആനയ്ക്ക് ഇഷ്ടമുള്ളത് ആരും ചെന്ന് കഴിഞ്ഞാൽ ആന വാല് ചുഴറ്റി അടിക്കും. ശരിക്കും ഒരു അടി കൊണ്ടു കഴിഞ്ഞാൽ, മുഖത്ത് മറ്റേ അടി കൊണ്ടു കഴിഞ്ഞാൽ മുഖത്തിൻ്റെ ഷേപ്പ് മാറും, പല്ലൊക്കെ ചിലപ്പോൾ പോയി വരികയും ചെയ്യും. അപ്പോൾ ഈ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അവയവങ്ങളിൽ ഒന്നാണ് വാല്. പിന്നെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഉള്ളിൽ തന്നെ പ്രത്യേകതയുണ്ട്. ആന്തരിക അവയവങ്ങളിൽ തന്നെ ആനയ്ക്ക് വളരെയധികം പ്രത്യേകതയുണ്ട്. ആനയുടെ വൃഷണങ്ങൾ മറ്റുള്ള മൃഗങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാ മൃഗങ്ങൾക്കും പുറത്തുണ്ടാവുക. അതിന് സ്കോട്ടം ഉണ്ടാവും, സഞ്ചി ഉണ്ടാവും, സ്കോട്ടം ഉണ്ടാവും. ആ സ്കോട്ടത്തിൻ്റെ ഉള്ളിലാണ് വൃഷണങ്ങൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കാണുകയും ചെയ്യാം. അതിൻ്റെ രണ്ട് പിൻകാലുകൾക്ക് ഇടയാണ് സാധനം ഉണ്ടാവുക. പക്ഷേ ആനയ്ക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൃഷണങ്ങൾ വയറിനകത്താണ്. വയറിനകത്ത് അതിൻ്റെ വൃക്കകൾക്കടുത്തായിട്ടാണ് നട്ടലിൻ്റെ സൈഡിൽ രണ്ട് സൈഡിൽ തൂങ്ങിക്കിടക്കും. ഒരു പൊതിച്ച നാളീരത്തിൻ്റെ വലിപ്പത്തിൽ ഇങ്ങനെ രണ്ട് സൈഡിലും തൂങ്ങിക്കിടക്കും. ഈ പ്രത്യേകത ആനയ്ക്ക് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ പക്ഷികൾക്ക് കാണുകയും ചെയ്യാം. പക്ഷേ മറ്റ് മൃഗങ്ങൾക്കൊന്നും തന്നെ വൃഷണം ഉള്ളതായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം ഇല്ല. അതുപോലെ തന്നെ മറ്റ് ആന്തരിക അവയവങ്ങളിൽ നോക്കുകയാണെന്ന് വെച്ചാൽ ആമാശയത്തിന് ഒരു അറയുള്ളൂ. പശുക്കൾക്ക് മറ്റേ 4 അറയുണ്ടാവും. ഇത് ഒരു അറയുള്ളൂ. കുടലിലാണെങ്കിൽ ഒരു 170 അടി 175 അടി വരെ നീളം ഉണ്ടാവും. അതിൻ്റെ ദഹനം മറ്റും നടക്കുന്നതെന്ന് വെച്ചാൽ വൻകുടലിലാണ്. ഈ ഭക്ഷണ സാധനങ്ങൾ, ദഹിച്ച ഭക്ഷണ സാധനങ്ങളൊക്കെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നതൊക്കെ വൻകുടലിൽ കൂടിയാണ്. അത് അല്ല, അതിൻ്റെ കരളിൽ ലിവറിന് പിത്തരസ സഞ്ചിയില്ല. നമുക്കൊക്കെ പിത്തരസഞ്ചിയുണ്ട്, മറ്റു മൃഗങ്ങളൊക്കെ ഉണ്ട്. ആനയ്ക്കുമില്ല, കുതിരയ്ക്കില്ല, പിത്തരസ സഞ്ചിയില്ല. ഇതൊക്കെയാണ് ഉള്ളിൽ കാണുന്ന പ്രത്യേകതകൾ. ഇപ്പോൾ പിടിയാനയ്ക്കാണെങ്കിൽ അതിൻ്റെ ജനനേന്ദ്രിയത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗർഭപാത്രവും അതുപോലെ തന്നെ അണ്ടാശയം എല്ലാം തന്നെ എല്ലാം വയറിനകത്ത് വളരെയധികം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും, ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. ഈ അണ്ടാശയം ഒക്കെ തന്നെ വെച്ച് വളരെ വലുപ്പമായിരിക്കും. ദഹനം നടക്കുന്നത് വൻകുടലാണ്. അതുകൊണ്ട് ആനയ്ക്ക് എരണ്ടക്കെട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വൻകുടലിൽ എരണ്ടക്കെട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, വയറിനകത്ത് ഉണ്ടാകും. ഇത്തരത്തിൽ വളരെയധികം പ്രത്യേകതകളായിട്ടുള്ള മൃഗമാണ് ആന.
സ്വഭാവത്തിൽ തന്നെ അവിടെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നിങ്ങൾ മതിയെന്ന് കേട്ടിട്ടുണ്ടാവും, അത് പിടിയാനയ്ക്ക് ഉണ്ടാവുക. മതി 4 ആഴ്ച കൂടുമ്പോഴാണ് പിടിയാനയ്ക്ക് മതി ഉണ്ടാവുക. മതിയുള്ള സമയത്ത് മാത്രമേ പിടിയാന ഈ മീറ്റിങ്ങിന് സമ്മതിക്കുള്ളൂ, ലൈംഗിക വേഴ്ചയ്ക്ക് സമ്മതിക്കുള്ളൂ, ഇല്ലെങ്കിൽ സമ്മതിക്കില്ല. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് ആനകൾക്കുള്ളതായിട്ടുള്ള മതം. ആനയ്ക്ക് മാത്രമേ ഉള്ളൂ മതം. ഈ മതം എന്ന് പറയണത് വെച്ചാൽ ഒരു ഈ ചെവിക്കും കണ്ണിനും ഇടയ്ക്ക് ഒരു താഴ്ന്ന പ്രദേശം ഇവിടെ കണ്ടില്ലേ, അതിന് കന്നക്കുഴി എന്നാണ് പറയുക. ആ കന്നക്കുഴിയിൽ തൊലിക്കടിയിലാണ് മതഗ്രന്ഥി ഉണ്ടായിരിക്കുക. 2 സൈഡിലും, തലയ്ക്ക് 2 സൈഡിലും മതഗ്രന്ഥി ഉണ്ടായിരിക്കും. ചില പ്രത്യേക കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് മഞ്ഞുകാലത്തോ അപൂർവമായിട്ട് വേനൽക്കാലത്തോ ആ മതഗ്രന്ഥി വലുതാവും. വലുതായി കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ജലം, ഒരു സ്രവം ഒഴുകിക്കൊണ്ടിരിക്കും. അതിന് മതജലം എന്ന് പറയാം, ഒഴുകിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതാണ് മതത്തിൻ്റെ ആദ്യമായിട്ടുള്ള ലക്ഷണം. ഈ മതം ഉണ്ടാവുന്നത് ഇപ്പോൾ മനുഷ്യർ കൂടുതലായിട്ടുള്ള പുരുഷ ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺ എന്നതിൻ്റെ ആധിക്യം കൊണ്ടാണ്, കൂടുതൽ അത് ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ടാണ് മതം ഉണ്ടാവുന്നത് എന്നാണ് ഈ അടുത്ത കാലത്ത് നടത്തിയ പരീക്ഷകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയുള്ളത്. അപ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ കൂടിക്കഴിഞ്ഞാൽ മതഗ്രന്ഥി വലുതാവും, മതജലം ഒഴുകുകയും ചെയ്യും. ആനയുടെ സ്വഭാവത്തിലും വളരെയധികം മാറ്റം ഉണ്ടാവും. ആ സമയത്ത് ആന വളരെയധികം വയലൻ്റാവും, പരാക്രമിയാവും. സ്വന്തം ആനക്കാരെ തന്നെ ആന ഓടിക്കും, പറഞ്ഞത് കേൾക്കുന്നതിന് വിമുഖത കാണിക്കും. ചിലപ്പോൾ കൈവിട്ട് കഴിഞ്ഞാൽ മരങ്ങളെല്ലാം പിഴുതെറിയും, വാഹനങ്ങൾ നശിപ്പിക്കും. ചിലപ്പോൾ മനുഷ്യരെ തന്നെ ആന ആ സമയത്ത്, ഈ മതമുള്ള സമയത്ത് കുത്തിക്കൊല്ലാറുണ്ട്. അത് ഈ ആനയിൽ മാത്രം കാണുന്നതായിട്ടുള്ള ഒരു ശാരീരികമായിട്ടുള്ള പ്രക്രിയയാണ് മതം. വീണ് എടുത്ത് അകന്ന് ഉയർന്ന വെണ്മയാർന്ന കൊമ്പുകൾ ഒരു മനോഹാരി തന്നെയാണ്. മുന്നിലേക്ക് തള്ളി നിൽക്കുന്നതായിട്ടുള്ള മസ്തകം, ഉയർന്ന തലക്കുന്നി, വിസ്താരമേറിയ ചെവികൾ, നീളമുള്ള ഉടൽ, അതിൽ നീളമുള്ള വാല്, തെളിമയാർന്ന കണ്ണുകൾ, നല്ല സ്വഭാവം, ആനക്കാരൻ്റെ ആജ്ഞാവാക്കുകൾ ഒക്കെ അനുസരിക്കുന്നതായിട്ടുള്ള ഒരു ആന. അതാണ് ആനച്ചന്തമുള്ള ആന.